ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി എനർജി ബൂസ്റ്റർ ജ്യൂസാണ്. ഡേറ്റ്സും ബദാമും കാഷ്യൂനട്ടും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു എനർജി തരുന്ന ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 15ഓളം ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ഒരു 7 ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറു ചൂടുള്ള വെള്ളം കുറച്ച് നേരം ഒന്ന് ഒഴിച്ച് വെക്കാം. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴത്തിൽ പൊട്ടാസ്യം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ബോഡിയുടെ വീക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. നമുക്കൊരു ഇൻസ്റ്റന്റ് എനർജി തരാൻ സഹായിക്കുന്ന നാച്ചുറൽ ഷുഗർ സോഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഡേറ്റ്സിൽ അയൺ കണ്ടന്റ് കൂടുതലായിട്ടുള്ളതിനാണ് അനീമിയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാഷ്യൂനട്ടിൽ ഹെൽത്തി ഫാറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനും സ്കിൻ ഗ്ലോയ്ക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബദാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. കാൽഷ്യത്തിന്റെയും പ്രോട്ടീന്റെയും സോഴ്സ് തന്നെയാണല്ലോ പാല്. ഇതിലേക്ക് ഇനി ഒരു 3-4 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ഹെൽത്തി പവർ പാക്ക് ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മുടെ ബോഡി വീക്ക്നെസ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഞാൻ അല്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഒമേഗ 3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ഫൈബർ റിച്ചും ആയിട്ടുള്ള ഈ ഒരു ചിയാ സീഡ് ജ്യൂസുകളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ബാഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറയ്ക്കാനും BP കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഹെർട്ട് ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ചിയാ സീഡ്സ്. നല്ല എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.